ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒരു സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് പച്ചക്കറികൾ ബാക്കിയുണ്ടാവും. എന്നാലോ അത് വെച്ചിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിന് തികയും ചെയ്യില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എൻ്റെ അമ്മ ചെയ്യാറുള്ള ഒരു പരിപാടിയാണിത്. എല്ലാം കൂടി കൊത്തി നുറുക്കിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കും. വിചാരിക്കണ പോലെ അല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എനിക്കിതുപോലെ ഓണം കഴിഞ്ഞപ്പോൾ അല്ലറ ചില്ലറ കുറച്ച് പച്ചക്കറി ബാക്കി വന്നു. ഒരു 2 ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു കായ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പം ഞാൻ കരുതി ഇന്ന് അമ്മ ഉണ്ടാക്കണ പോലത്തെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന്. കോളേജിൽ പോണ സമയത്ത് അമ്മ ലഞ്ചിന് ഇതുപോലെ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നുവിടുമായിരുന്നു. കുറേ കാലത്തിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് ഓർമ്മ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ട്, ക്യാരറ്റ്, ഒരു നേന്ത്രക്കായ, പിന്നെ കുറച്ച് കൊത്തമരയ്ക്ക, ഒരു ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം ചെറുതായിട്ട് ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായി മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞു വെച്ചതും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തു. എൻ്റെ കയ്യിൽ ഇത്രയും മാത്രം പച്ചക്കറികളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇനി വേണമെങ്കിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം, ചേന ചേർക്കാം. ആവുന്നത് വെണ്ടയ്ക്ക പോലെയുള്ള പച്ചക്കറികൾ ഒഴിവാക്കണമായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ വേവിന് വ്യത്യാസം വരും. ഇനി ഈ സവോളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവോള ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പേരിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി ചേർക്കാം. പച്ചക്കറി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണില്ല കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒന്നുപോലും വെന്തുടഞ്ഞു പോയിട്ടില്ല. എല്ലാം നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഞാൻ നോക്കി, ഇതാ കണ്ടില്ലേ, ഇതുപോലെ കിട്ടണം, അല്ലാതെ കുഴഞ്ഞു പോകരുതേ. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് വേവിക്കരുതെന്ന് പറഞ്ഞത്. വെള്ളം ഒഴിച്ച് വേവിച്ചാൽ കിഴങ്ങൊക്കെ ഉടഞ്ഞ് ആകെ കുഴഞ്ഞു പോവും. ശരിക്കും ഈ പാകത്തിൽ കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ എപ്പോഴെങ്കിലും ഇതുപോലെ പച്ചക്കറികൾ ബാക്കി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.